ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കാണ് ഡോൾ കേക്ക്. ഡോൾ കേക്ക് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ ഡോൾ കേക്കിനെ കാണാനായിട്ടല്ലേ. ഈ ഡോൾ കേക്കിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുണ്ടാക്കാൻ ഭയങ്കര ഒരു പണിയാണെന്ന്. പക്ഷേ നമ്മൾ എല്ലാ കേക്കിനേക്കാളും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ് ഡോൾ കേക്ക്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ടാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് മൈദയിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ 4 മുട്ടയും ഒരു ബൗളിലെടുത്തിട്ട് അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മുട്ട ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഫ്ലഫി ആയി വരുന്ന വരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറേശ്ശെ പഞ്ചസാര ചേർക്കാവും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓയിലിൻ്റെ കാര്യം പറയാൻ വിട്ടു പോയതാണ്. അപ്പോൾ ഓയിലല്ല വെച്ചാൽ നമുക്ക് മിൽക്കും ബട്ടറും കൂടെ അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബീറ്ററിൻ്റെ സംഭവം മാറ്റാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയും അതുപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ ഇട്ടെടുത്തിട്ട് ജസ്റ്റ് മെല്ലെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദ ഇട്ടിട്ട് പിന്നെ നമ്മൾ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓവർ ബീറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലോ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചായിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓവനിലല്ല കേട്ടോ ചെയ്യുന്നത്, കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാർബി കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 കേക്കിന് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ചെറുതും ഒരു വലുതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെറിയ കുക്കറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഒരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 5 മിനിറ്റ് തട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ തട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കുക്കറിന് ഒരുപോലെ ചൂട് തട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തട്ട് വെക്കുന്നത്. അപ്പോൾ പഴയ തട്ട് എന്തെങ്കിലും വെച്ചെടുത്താൽ മതി. നമുക്കൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം, ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതാ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അത് ചൂടാറിയിട്ട് അതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അതുപോലെ തന്നെ മറ്റേതൊന്ന് മാറ്റിയെടുക്കാം.
അപ്പോൾ ആ കേക്കും ഇതാ അതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളും ഹാൻഡ് മിക്സറിൻ്റെ സംഭവം കൂടി ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ക്രീം ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അലിഞ്ഞ് കിട്ടണം, എന്നാലേ നമ്മൾ ക്രീം നല്ലൊരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രീസ് ചെയ്ത പാടെ എടുക്കുമ്പോൾ അത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഓവർ ബീറ്റിങ്ങും പാടില്ല. ഓവർ ബീറ്റ് ചെയ്താലും ക്രീം പെട്ടെന്ന് മെൽറ്റായി പോവും. അപ്പോൾ നമ്മൾ അതിനൊരു കണക്കുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കണം, പെട്ടെന്ന് എടുക്കാനും പാടില്ല. അപ്പോൾ ജസ്റ്റ് ആ ടൈമിങ്ങൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഞാനിവിടെ ക്രീമിൽ ഷുഗർ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ചേർക്കാം. റിച്ച് ഗോൾഡിൻ്റെ ക്രീമിന് മധുരം ഇതിൽ തന്നെ ഉണ്ടാകും. ആവശ്യത്തിനുള്ള മധുരം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കേക്കിലൊക്കെ മധുരം ചേർക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഓവർ മധുരം വേണ്ട എന്നുള്ള നിലയ്ക്ക് ഞാനിതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ക്രീമൊക്കെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കളർ ചേർക്കാനായിട്ട് ഞാൻ ബാർബി ഡോൾ ചെയ്തപ്പോൾ കളർ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വൈറ്റും ബ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വേറൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ജെൽ കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ ജെൽ കളറാണ്. ഇതാ കളറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ബാർബി ഡോൾ ഡബിൾ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ 2 ഭാഗമുള്ള ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ട്. അതിലോട്ട് ആദ്യം ബ്ലൂ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വൈറ്റുമാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഞാൻ ബ്ലൂ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂ ഫില്ല് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് വൈറ്റാണ് ഫില്ല് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്ത് ഇനി നമുക്ക് കേക്ക് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ക്ഷമിക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ബാർബി ഡോളിൻ്റെ ഒരു രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കേക്ക് ബോർഡിൽ വെച്ചിട്ട് ആദ്യം ക്രീം കുറച്ച് വെച്ചെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത കേക്ക് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രീം ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ അത് ആ കേക്കിൽ ക്രീം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ബാർബി ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് രൂപം മനസ്സിലാവും. അപ്പം പിന്നെ നമുക്ക് അതിനനുസരിച്ച് വേണം ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് സെൻറ്ററിലായിട്ടൊന്ന് വെച്ചിട്ട് നോക്കുക ജസ്റ്റ് ഒന്ന്. ഇനി ഇതാ വേറൊരു പൈപ്പിംഗ് ബാഗിലാണ് നോസിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ നോസിൽ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച പൈപ്പിംഗ് ബാഗിലെ ക്രീം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാർബി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള നോസിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഈ ബാർബി ഡോളിൻ്റെ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫുള്ള് നോസിലുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ഒരു എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇനി എന്താ ഞാൻ ആ നോസിൽ മാറ്റിയിട്ട് വേറൊരു നോസിൽ വെച്ചിട്ട് റോസറ്റിൻ്റെ നോസിലാണ് കേട്ടോ ഇത് വെച്ചിട്ടൊരു ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്.
ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്താ ബാക്കി ഡെക്കറേഷനും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ജസ്റ്റ് കയ്യിലും കഴുത്തിലൊക്കെ ഓരോരോ ചെറിയ ഡെക്കറേഷനും കൂടി ചെയ്തിട്ട് നമ്മൾ ഡെക്കറേഷൻ ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബോൾസാണ്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഇതാക്കി എടുക്കാം. എന്താ ഞാൻ ഈ ഫ്ലവർ വരച്ച സ്ഥലത്ത് ഷുഗർ ബോൾസ് വെച്ചിട്ട് സ്റ്റാറിൻ്റെ ഷുഗർ ബോൾസാണ് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡെക്കറേഷനൊക്കെ തികച്ചും നിങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. നമുക്ക് ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാർബി ഡോള് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ ഭയങ്കര ക്യൂട്ടാണ് ഇതിനെ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇതിനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ അതാ എൻ്റെ ഈ ബാർബി ഡോൾ കേക്ക് ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഈ ഒരു കേക്ക് എൻ്റെ താത്താൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.